തലസ്ഥാനത്തെ നേമം നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ വാഹന പര്യടനം കഴിഞ്ഞ ദിവസം 2ാം ദിനത്തിലേക്ക് കടന്നു. പുഞ്ചക്കരി, പൂങ്കുളം, വെള്ളാർ, തിരുവല്ലം വാർഡുകളിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വാഹന പര്യടനം. ആദ്യ ദിനത്തിലെന്ന പോലെ 2ാം ദിനത്തിലും വാഹന പര്യടനം ആവേശത്തിരയിളക്കിയാണ് കടന്നുപോയത്. അതേസമയം ഏപ്രിൽ 9 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുന്നിൽ 3 ഓപ്ഷനുകളാണ് ഉള്ളതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറയുകയുണ്ടായി. ഒന്നാമത്തേത് ക്യൂബ മാതൃകയിലുള്ള പൊളിഞ്ഞുകിടക്കുന്ന മാർക്സിസ്റ്റ് സമ്പ്രദായ വ്യവസ്ഥയാണെന്നും അദ്ദേഹം രേഖപ്പെടുത്തി. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി നടക്കുന്നത് അതുതന്നെയാണെന്നും ഓർമ്മപ്പെടുത്തി. രണ്ടാമത്തേത് വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അഴിമതി, സാമ്പത്തിക രംഗത്തിന്റെ തകർച്ച, എണ്ണക്കമ്പനികളുടെ തകർച്ച, ഇതൊക്കെ സമ്മാനിച്ച കോൺഗ്രസ് ഭരണമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ മൂന്നാമത്തെ ഓപ്ഷൻ 12 വർഷം മുൻപ് ഇന്ത്യയിൽ മാറ്റം കൊണ്ടുവന്ന നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയമാണെന്നും അതിന്റെ കേരള പതിപ്പാണ് വികസിത കേരളമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അനുവദിച്ചു എന്ന് പറയുന്നു. ഞാൻ ഇന്ന് ഉറപ്പു തരുന്നു, ഓരോരോ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഞാൻ MLA ആയിട്ട് മത്സരിക്കുന്നത്. എനിക്കൊരു അവസരം കിട്ടിയാൽ ഈ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കും എന്ന് പറഞ്ഞ് വാഗ്ദാനം തരുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി. ഈ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി. നാടിന്റെ ദിശയും ദശയും തീരുമാനിക്കുന്ന നിർണായകമായ തെരഞ്ഞെടുപ്പാണിതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. കേരളത്തിന്റെ സമഗ്ര വികസനം സാധ്യമാക്കുന്നത് LDF ആണോ UDF ആണോ അതോ NDA ആണോ എന്ന ജനങ്ങൾ തീരുമാനമെടുക്കേണ്ട സമയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. 70 വർഷം മാറി മാറി ഭരിച്ച LDFും UDFും അതിനൊപ്പം BJP NDAയുമാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. BJP NDA മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് ഞങ്ങൾക്കൊരവസരം തന്നാൽ വികസിത കേരളം സാധ്യമാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. കേരളത്തിന്റെ സാമ്പത്തിക പുനർനിർമ്മാണത്തിനും നല്ല ഭാവി സൃഷ്ടിക്കാനുള്ള കാഴ്ചപ്പാടുമാണ് BJP പുറത്തിറക്കിയ മാർഗരേഖയെന്നും BJP നേതാക്കളും NDA ഘടകകക്ഷികളും ഒരുമിച്ചിരുന്നാണ് ഈ മാർഗരേഖ പുറത്തിറക്കിയതെന്നും 5 അടിസ്ഥാന ാണ് മാർഗരേഖയുടെ പ്രത്യേകതകളായി ഉള്ളതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ജില്ലാ ജനറൽ സെക്രട്ടറി പാപ്പനംകോട് സജി, ന്യൂനപക്ഷ മോർച്ച കോഴിക്കോട് റൂറൽ ജില്ലാ സെക്രട്ടറി റിഷാദ് സുല്ലമി, മേഖലാ ജനറൽ സെക്രട്ടറി MR ഗോപൻ, സംസ്ഥാന സമിതി അംഗം ഡോക്ടർ പാച്ചല്ലൂർ അശോകൻ, ആറ്റുകാൽ മണ്ഡലം പ്രസിഡന്റ് കോളിയൂർ രാജേഷ്, ശാന്തിവിള വിനോദ് തുടങ്ങിയവരാണ് വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചത്. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.